അപ്പോൾ മച്ചന്മാരെ ഇത് നമ്മുടെ ഒരു പുതിയ സൈറ്റാണ്. ഈ സൈറ്റിൽ നമുക്ക് പണി ചെയ്യാനുള്ളത് 5 ബാത്റൂമാണ്. അതിൽ ഒരു ബാത്റൂമാണെങ്കിൽ ഔട്ട് സൈഡാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് കല്ലാണെങ്കിൽ ചുടുകട്ടയല്ല, ഇവിടെ ഹോളോ ബ്രിക്സ് കല്ലാണ് നമുക്ക് ഇടിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ കൺസീലെല്ലാം വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സൈറ്റിലാണെങ്കിൽ നമ്മൾ മെഷീൻ്റെ ഗ്രീസൊക്കെ മാറുന്നത് നമ്മൾ അജുവാണ്. അതുപോലെ നമ്മൾ ഓരോ സൈറ്റ് കഴിയുന്തോറും ഇതുപോലെ മെഷീനൊക്കെ പക്ക കണ്ടീഷനിൽ ഗ്രീസൊക്കെ മാറിയാൽ നമുക്ക് മെഷീൻ്റെ ലൈഫൊക്കെ കൂടുതൽ കിട്ടും. അതുപോലെ ഈ ബിറ്റിടുന്ന ബോക്സൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ്. നമ്മൾ 2.5 ഇഞ്ച് പൈപ്പിൽ നമ്മൾ തന്നെ സെറ്റ് ചെയ്തതാണ്, ഒരു ഡോറൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഈ സൈറ്റ് വന്നിട്ട് ഹോളോ ബ്രിക്സ് ആയതുകൊണ്ട് തന്നെ ഇടിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമുക്ക് 5 ബാത്റൂം ഇടിക്കാനുണ്ട്. നമ്മൾ 2 ബിറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 ഫ്ലാറ്റ് ബിറ്റും ഒരു മൈനസ് ബിറ്റൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പം മെഷീനെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അടുത്ത് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ 5 ഇഞ്ചിൻ്റെ കട്ടറാണ്. നമ്മൾ പ്ലംബിംഗ് പണിക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ 5 ഇഞ്ച് കട്ടറിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. നമ്മൾ ഇലക്ട്രിക് പണിക്ക് മാത്രമേ നമ്മൾ 4 ഇഞ്ച് പൈപ്പ് 4 ഇഞ്ച് കട്ടർ നമ്മൾ എടുക്കത്തുള്ളൂ. അപ്പോൾ 5 ഇഞ്ചാകുമ്പോൾ കുറച്ചുകൂടെ താഴ്ച കിട്ടും നമുക്ക്. പ്ലംബിങ്ങിന് പൈപ്പ് 3/4 ഇഞ്ച് പൈപ്പൊക്കെ കൺസിഡർ ചെയ്യാനുള്ളതുകൊണ്ട് 5 ഇഞ്ചിൻ്റെ കട്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അങ്ങനെ കൂടുതലായിട്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ പുതിയ ബ്ലൈഡ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇവിടെ 5 ബാത്റൂം ഉള്ളതിൽ 4 കൺസീലർ ഫ്ലഷ് ടാങ്കും 4 2 വേ ഡൈവേർട്ടറും ഒക്കെയാണ്. അത് രാവിലെ എഞ്ചിനീയറും ഇവിടുത്തെ ക്ലയൻറ്റും തമ്മിൽ എല്ലാം കാണിച്ചു തന്നു. നമ്മൾ അത് പ്രകാരം നമ്മൾ കൺസീലെല്ലാം വരച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ അജുവാണ് നമ്മൾ കൺസീൽ കട്ട് ചെയ്യാൻ പോകുന്നത്. തോർത്തൊക്കെ വെച്ച് മറിച്ച് മുഖമെല്ലാം മറച്ചിട്ടുണ്ട്. അതുപോലെ ഗ്ലാസ് എല്ലാം വെച്ചിട്ടുണ്ട്. ഗ്ലാസ് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ രാവിലെ വരച്ചതാണ്. അതുപോലെ ഈ ബാത്റൂം വന്നിട്ട് നമുക്ക് ഫുള്ള് ടൈലാണ്. നമ്മൾ തട്ടും മട്ടം വരെ ടൈൽസ് ഒട്ടിക്കും. അതുപോലെ നമുക്ക് ഓരോ സൈറ്റ് ചെല്ലും തോറും ഓരോ എഞ്ചിനീയർമാർ നമുക്ക് ഡ്രോയിങ് തരും. ആ ഡ്രോയിങ് പ്രകാരമാണ് നമ്മൾ വർക്കെല്ലാം ചെയ്യുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ബാത്റൂമിൽ നമ്മൾ ഇടിക്കാനൊക്കെ ഉള്ളത് കൊണ്ട് 5 കിലോയുടെ ബ്രേക്കർ ഇടയ്ക്ക് താഴെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അജു ചെറിയൊരു ഡ്രില്ല് മെഷീൻ ഇട്ടാണ് അജു ഇടിച്ചുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല പവറുള്ള ഡ്രില്ല് മെഷീനാണ്. അതുപോലെ ഈ ചുമരിൽ കാണുന്ന വാട്ടർ പ്രൂഫിംഗ് ആണെങ്കിൽ നമ്മളിവിടുത്തെ ക്ലയൻറ്റ് അറിഞ്ഞുകൂടാതെ ഒരാളെ വിട്ട് ചെയ്യിപ്പിച്ചതാണ് വാട്ടർ പ്രൂഫിങ്. അതാണ് ഇപ്പോൾ ഈ കാണുന്നത്, നല്ല ഗ്രേ കളറിൽ ഷെയ്ഡ് അടിച്ചിരിക്കുന്നത്. ഇപ്പോൾ പുതിയ വീഡിയോസുമായി നമ്മൾ വീണ്ടും വരും. നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.